പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട്, പൊതുപ്രവർത്തകരെയും പൊതു നിരീക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രത്യേക മൂവ്മെന്റ് ആണ് ശ്രീമതി വീണ റിയാസ് നടത്തിയിരിക്കുന്നത്. 29-ാം തീയതി ഇഡിക്ക് മുമ്പിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്ന വീണ വിജയൻ 3 ദിവസം മുമ്പേ തന്നെ ഇഡിക്ക് മുമ്പ് സ്വമേധയാ ഹാജരായിരിക്കുകയാണ്. അവർ സ്വമേധയാ ഹാജരായതാണോ അതാ ഇഡിയുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ വാക്കാലുള്ള നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഫോണിലുള്ള നിർദ്ദേശപ്രകാരം ഹാജരായതാണോ അറിയില്ല. എന്തായാലും 3 ദിവസത്തിന് മുമ്പിൽ അവർ ഇന്ന് ഇഡിയുടെ മുമ്പ് ഹാജരായിട്ടുണ്ട്. അതിനു മുമ്പ് നടന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, SFIOയിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്ന ഡോക്യുമെന്റുകൾ SFIO ഇഡിക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇഡിക്ക് കൈമാറിയ വിവരങ്ങളിൽ സ്ഫോടനാത്മകമായ വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ടായിരിക്കണം ശ്രീമതി വീണ വിജയൻ അല്ലെങ്കിൽ വീണ റിയാസിന് കോടതിക്ക് മുമ്പ് ഹാജരായത്, ഇഡിക്ക് മുമ്പ് ഹാജരായത്. ഇപ്പൊ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇഡിയുടെ അന്വേഷണത്തിന്റെ ദിശയിൽ ഒരു ചെറിയ മാറ്റം നമ്മൾ കണ്ടു. വളരെ ആശ്വാസകരമായ മാറ്റമാണ്. നമ്മൾ മീഡിയയിലെ ഉള്ള സുഹൃത്തുക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ചെയ്യാത്ത സേവനത്തിന് പൈസ വാങ്ങിച്ചു. അതൊരു കുറ്റമല്ല. ചെയ്യാത്ത സേവനത്തിന് പൈസ വാങ്ങിച്ചു എന്നുള്ളത് ഒരു സിവിൽ മാറ്റർ മാത്രമാണ്. അതൊരു ക്രിമിനൽ മാറ്റർ ആവുന്നില്ല. ക്രിമിനൽ മാറ്റർ ആവുന്നത് ആ വാങ്ങിയ പൈസ ആർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഒരു ക്രിമിനൽ മാറ്റർ ആവുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിരുന്ന ചെയ്യാത്ത സേവനം അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിരുന്ന ചെയ്യാത്ത സേവനത്തിൽ നിന്ന് മാറി ഫോക്കസ് വീണ വിജയൻ അവരുടെ അക്കൗണ്ടിൽ കൈപ്പറ്റിയ തുക ആർക്കൊക്കെ കൈമാറി എന്നുള്ളതാണ്. അപ്പോ അതിനുശേഷം ഈ വാറണ്ട് അവരുടെ സമൻസിന് ശേഷം ഇഡി ധനലക്ഷ്മി ബാങ്കിൽ നടത്തിയ അന്വേഷണവും അവിടുന്ന് ശേഖരിച്ച രേഖകളും കൂടെ ആയിരിക്കണം ശ്രീമതി വീണ റിയാസിനെ ഇഡിയുടെ മുമ്പിൽ സ്വമേധയാ ഹാജരായി വിവരങ്ങൾ നൽകാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വളരെ ഉദ്വേഗകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ഇഡിയുടെ അടുത്ത നീക്കം എന്തെന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയിലാണ്. നല്ല മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.